ഹലോ, ഞാൻ ലിബിൻലി. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചേ വേറെ ഒന്നുമല്ല. ഞാൻ സ്വിഗ്ഗിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ റോട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് വന്നൊരു പ്രശ്നം പറയാൻ വേണ്ടിയാണ്. പ്രശ്നം വേറെ ഒന്നുമല്ല. ഇവിടെ കുറെ പേര് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ആറാട്ടണന്റെ ലോകം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. അതായത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവന്മാരെയൊക്കെ മെക്കിട്ട് വരേണ്ട ഒരു ഗ്രൂപ്പ്. അതായത് ബാക്കിയുള്ളവരെ കളിയാക്കി കുറെ രസിക്കണ കുറെ കൊച്ചു ആണുങ്ങളുള്ള ഒരു ഗ്രൂപ്പ്. അങ്ങനെയാണ്. പക്ഷെ ഒന്നിനും നേർക്ക് നേരെ ഒന്ന് തല്ലി ജയിക്കാനുള്ള ഒരു തന്റേടോ കഴിവൊന്നും ഇല്ലാത്ത കുറെ മൊണ്ണകളുള്ള ഒരു ഗ്രൂപ്പ്. കാരണം അത് എനിക്ക് ഇന്ന് മനസ്സിലായി. കാര്യം വേറെ ഒന്നുമല്ല. ഞാനിന്ന് സ്വിഗ്ഗിയുടെ ഓർഡർ എടുക്കാൻ വേണ്ടി അങ്കമാലി KFC പോയി. KFC പോയി ബൈക്ക് റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടന്നുപോയി. എടുത്തുകൊണ്ട് വന്ന വഴിക്ക് ആ ഗ്രൂപ്പിലുള്ള ഒരു നാറി, ഒരു തന്തയ്ക്ക് പറക്കാത്ത ഒരു ശവം, അവൻ എന്റെ വണ്ടിയുടെ പിറകിൽ വന്ന് അവന്റെ വണ്ടി നിർത്തി അവിടെ ഇരിക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഈ ഒരു നാറി, അവന്റെ വണ്ടി നമ്പർ KL 45D 4374 ഇരിങ്ങാലക്കുടയിലുള്ള ഏതൊരു വാണാണ്. ഈ തായോലിക്കൊക്കെ നല്ല തണ്ടും തടിയില്ലേ. ഈ നാരിക്കൊക്കെ പണിയെടുക്കണ്ടെന്നാ പറഞ്ഞേ. അവൻ ബാങ്കിലാന്നാ പറഞ്ഞേ. ബാങ്കില് പണിയുള്ള ഒരാള് ഈ സ്ലിപ്പ് ഓൺസ് ചെരുപ്പിട്ടു, ഈ വണ്ടി ചെരുപ്പിട്ടുകൊണ്ട് പോവോ? എനിക്കറിയാൻ പാടില്ല. അതെന്തായിക്കോട്ടെ, അതൊന്നും പറയാൻ വേണ്ടിയല്ല. കാരണം ഇവരെ പോലുള്ള ഈ നാരി ഞാൻ സ്വിഗ്ഗി വന്ന വഴിക്ക് ഇവൻ എന്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയുള്ളൂ മൊബൈലില്. എന്തിന്? ഇവരുടെ ഗ്രൂപ്പിലിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് അതൊരു ഞാൻ ലിബില്ലീനെ കണ്ടു, ഞാൻ ഫോട്ടോ എടുത്തു, എന്നിട്ട് അതിൽ കുറെ പേര് തെറി പറയും. അപ്പൊ ആ തെറിയൊക്കെ കേട്ട് സന്തോഷിക്കുന്ന ഒരു തമ്പില്ലാത്ത വാണം. അങ്ങനെ ആണെങ്കിൽ നാരീനെ പറയാൻ. അപ്പൊ ഇവൻ ഫോട്ടോ എടുക്കണ ഞാൻ കണ്ടിരുന്നു. ഞാൻ ഇവരിവിടെ നിക്കണ കണ്ടപ്പോ തന്നെ എനിക്കൊരു വശവശത്ത് തോന്നി. പിന്നെ ഞാനത് നോക്കാൻ പോയില്ല. ഞാൻ നേരെ എന്റെ ബൈക്ക് കയറി ഇരിക്കുന്ന സമയത്ത് ഞാൻ മിററിൽ കൂടെ നോക്കി. എന്റെ വണ്ടിയുടെ മിററിൽ കൂടെ ഈ തായോളി എന്റെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടു. അതായത് ഇവന് എന്റെ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യാനാ എനിക്കറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെ നമ്മുടെ അനുവാദം ഇല്ലാണ്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ രീതിയാവില്ല. കാര്യം പറഞ്ഞാൽ എന്റെ ഫോട്ടോ എടുത്തോണ്ട്, അതായത് ഇവന്റെ പെങ്ങളെ കാണിച്ച് അതായത് എന്റെ കല്യാണം കഴിഞ്ഞുള്ള, അപ്പൊ ഇവന്റെ പെങ്ങളെ കാണിച്ചിട്ട് പെങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കാനാണോന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായിക്കോട്ടെ. കാര്യം പറഞ്ഞ എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം ഞാൻ ഇപ്പൊ ഒരു കല്യാണം നോക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അല്ല, പിന്നെ ഈ ഫോട്ടോ എടുത്തത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇതേപോലുള്ള കുറെ ഇവരിനി കുണ്ടനെങ്ങാനാണോ? കാരണം ആണുങ്ങളുടെ ഫോട്ടോ എടുക്കേണ്ട ഒരു കാര്യം വേറെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ? അറിയാൻ പാടില്ല. അപ്പൊ ഇപ്പൊ ഫോട്ടോ എടുക്കണുണ്ടോ? ഫോട്ടോ എടുക്കണുണ്ടപ്പോ സ്വാഭാവികമായിട്ടും എനിക്ക് കലി കയറി. കാരണം എന്റെ അനുവാദത്തിലാണ് എന്റെ പ്രൈവസിൽ കയറി കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ മിണ്ടാണ്ടിരിക്കില്ലല്ലോ. ഞാൻ നേരെ ചെന്ന് ഈ തായോളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നീ എന്തിനാ എന്റെ ഫോട്ടോ എടുത്തത്? അപ്പൊ ഈ വാണം പറയാണ്, ഞാൻ യൂട്യൂബർ അല്ലേന്ന്. ശരി, യൂട്യൂബർ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ യൂട്യൂബർ ആണ്. അത് ഞാൻ പറഞ്ഞു, നീ നിന്റെ വാട്സപ്പ് തുറക്കാൻ പറഞ്ഞു. വാട്സപ്പ് തുറക്കാൻ പറഞ്ഞു. കാരണം എനിക്കറിയാം ഈ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും വാണങ്ങളായിരിക്കും ഇവരെ പോലുള്ള ഈ തായോളി. എടാ 10 പട്ടിക്ക് തിന്നാനുള്ള ഇതുണ്ടല്ലോ നാരി. എടാ സ്വന്തം കാര്യം നോക്കി ജീവിക്കണ തായോളി. അല്ലെങ്കിൽ ഇതേപോലെ അടിയും കിട്ടി മൂഞ്ചി തെറ്റി വരില്ല. ആ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഇവരെ കർണത്ത് നോക്കി കൊടുത്തു. അപ്പോഴും ഇവൻ പറയാം, ചേട്ടാ സോറി എന്ന് പറയാം. പക്ഷെ എന്റെ കയ്യിൽ കയറി കഴിഞ്ഞ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി ഞാൻ 2-3 കോമ വീണ്ടും കൊടുത്തു. അവസാനം ഇവൻ നേരത്തെ കണ്ടിരുന്നില്ലേ ഈ ഫോട്ടോ ഇവൻ ഈ ബൈക്കിൽ നിന്ന് ഇറങ്ങണ സംഭവമാണ്. ബൈക്കിൽ നിന്ന് ഇറങ്ങി ഇവൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് പിന്നെ ഊരല്ല. ഞാൻ പറഞ്ഞു ഊര മൈര ഹെൽമെറ്റ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കുറച്ച് ഷോ ഇറക്കി, കാര്യങ്ങൾ ഇറക്കി. അവൻ ഹെൽമെറ്റ് ഊരി വഴി ഞാൻ അവൻ്റെ ഹെൽമെറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ തലയ്ക്ക് നോക്കി ഞാൻ അവരുടെ കൊടുത്തിട്ടുണ്ട്. ആ ഹെൽമെറ്റും കൊണ്ട് തന്നെ തലയ്ക്ക് നോക്കി ഞാൻ അവരും കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എന്റെ പണി നോക്കി ഞാൻ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ കയറി ചൊറിയേണ്ട കാര്യം ഇതേപോലുള്ള തായോളികൾക്ക് ഉണ്ടാ. അതാണ് ഒന്നാമത്തെ കേസ്. പിന്നെ അപ്പൊ അത് കഴിഞ്ഞ്
അടിച്ചൊക്കെ അവിടെ കിട്ടെ. അത് കഴിഞ്ഞ് ഇവൻ വണ്ടിയിൽ നിന്ന് പറയാണ്, ഞാൻ യൂട്യൂബർ അല്ലേ, അത് കാരണം എടുത്തത്. ഞാൻ പറഞ്ഞു നിന്റെ വാട്സപ്പ് എടുക്കാൻ പറഞ്ഞു. വാട്സപ്പ് എടുക്കാൻ പറഞ്ഞപ്പോ ഒരു വാട്സപ്പ് അവൻ എടുത്തു. വാട്സപ്പിൽ 2 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു വാട്സപ്പ് പറഞ്ഞത് ഒന്നുമില്ലെന്ന് പറഞ്ഞ, ഇതിലൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മറ്റേ നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം അമ്മയ്ക്ക് ഒരു മര്യാദ, അതായത് ഒരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ തെറിയൊക്കെ അമ്മയ്ക്കൊക്കെ കയറി വിളിച്ചാൽ എന്തായാലും അതിന് പ്രതികരിക്കും. ഈ വാണ ഒന്ന് തിരിച്ച് പ്രതികരിക്കാൻ പോലുള്ള ശേഷി ഉണ്ടായില്ല നാറിക്ക്. പിടിക്കും. ഇതൊക്കെ തന്നെ. കാരണം ഇതേപോലെയുള്ളവന്മാർക്ക് വെറുതെ അവിടെ ഇവിടേക്ക് ഇരുന്ന് നമ്മളെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് അവരുടെ ഗ്രൂപ്പിലിട്ട് രസിക്കാൻ കുറെ മാണങ്ങള്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടെ ഞാൻ ഇവന്റെ മൊബൈല് വാങ്ങി വെച്ചു. മൊബൈലും വണ്ടിയുടെ കവലും വെച്ച് നീ പോകണ്ട മൈലെന്നും പറഞ്ഞ് ഞാൻ നിന്ന് കഴിഞ്ഞപ്പോ ഇവൻ പിന്നെ കാല് പിടിക്കല്ലേ. കാല് പിടിച്ച് പറയാം, ചേട്ടാ എനിക്ക് വേറെ ജോലിയില്ല, ജോലിക്ക് വേണം, ബൈക്ക് വേണം, മൊബൈല് വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് സഹി. അതായത് എന്തിട്ട് തെണ്ടണു എന്ന് പറയില്ലേ, ഈ ഇത്രയും വലിയ ശരീരം വെച്ചിട്ട് ഈ നാരി എന്റെ അടുത്ത് തെണ്ടണു. മൊബൈല് തരുമോ, എനിക്ക് വേറെ ജോലിയില്ല, അതാണ് ഇതാണ് ശാപം. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നിനക്ക് ഫോൺ വേണോ, ഫോൺ തരാം, ഒരു മാപ്പ് പറയണ, ഒരു വീഡിയോ പറയാം, ഒരു മാപ്പ്. ഇപ്പൊ ഇവിടെ സംഭവിച്ചതിനൊക്കെ ഒരു സോറി പറഞ്ഞു, നീ പോകളം പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു സോറി ഞാൻ പറയില്ല. എനിക്ക് എന്താ പറയുന്നത് വെച്ചപ്പോ ഇവൻ പറയാണ് സോറി ഞാൻ പറഞ്ഞ ചേട്ടൻ ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ അവിടെ ഇടൂലെന്ന്. ഞാൻ പറഞ്ഞു ഫേസ്ബുക്കിൽ ഇടാന്ന് എന്റെ വീഡിയോ എടുക്കണം, നീ എന്തിനാ എന്റെ ഫോട്ടോ എടുത്തെന്ന് ചോദിച്ചു. അപ്പൊ ഇവര് മറുപടി ഇല്ല. അവൻ പറയാ ഫോട്ടോ എടുക്കണ്ട കേട്ടോ, ഞാൻ സോറി അല്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞു നീ സോറി പറഞ്ഞ നീ ഇവിടെ തന്നെ നിൽക്കുള്ളൂ, ഇവിടെ നിന്നോണ്ട് നീ സോറി തന്നെ പറഞ്ഞോണ്ടിരുന്നോ. ഞാൻ എന്റെ ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നീ ഒരു സോറി പറയുന്ന ഒരു വീഡിയോ വേണമെന്നാണ് എന്റെ ഒരു തീരുമാനം. അത് പറ്റൂല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് കരഞ്ഞോളാൻ പറഞ്ഞു. പെണ്ണുങ്ങൊക്കെ ചിലപ്പോ കരഞ്ഞാനേ. അവസാനം ഇവൻ സോറി പറയാന്ന് പറഞ്ഞ് സമ്മതിച്ചു. ആ സോറി ഞാൻ കേട്ടില്ല. ഇനി ആവർത്തിക്കാം. കേട്ടായിരുന്നാ സൗണ്ട് ഞാൻ ഔട്ട്പുട്ട് കൊടുത്തുള്ള എനിക്ക് കേൾക്കാൻ പറ്റൂല. എന്തെങ്കിലോട്ടെ, അത് ഞാൻ അല്ലാണ്ട് ഇട്ടോളാം, നിങ്ങളൊന്നുകൂടി കേട്ടോളൂ. ഇനി ആവർത്തിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ തായകൾക്കൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കൊണക്കാനേ പറ്റുള്ളൂ. നേർക്ക് നേരെ ഒന്ന് വെല്ലുവിളിക്കാനുള്ള ഒരു തന്തയ്ക്ക് വർക്കും, ഒരു തന്തയ്ക്ക് ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാലാണെങ്കിൽ നേരത്തെ നേരെ ഒന്ന് ചോദിക്കും. അതിനുള്ളൊരു ധൈര്യം പോലെ ഈ പിണ്ണന്മാർക്കില്ല. പിന്നെ എന്തോ ഇവന്മാർക്ക് രസിക്കണം. ഇവന്മാര് ബാക്കിയുള്ളവരെ തെറി പറയുന്നത് കേട്ടും ബാക്കിയുള്ളവരെ തെറി പറഞ്ഞും ഒക്കെ രസിക്കണം. ഒരുമാതിരി എന്തിട്ട് വേറെ സൈക്കോൾ എന്ന് പറയില്ലേ, അത് തന്നെ ശവങ്ങള്. അത് ബാക്കിയുള്ളവരുടെ പ്രൈവസിയിലേക്ക് കയറി. ഇപ്പൊ ഈ ആറാട്ടെണ്ണൻ പുറത്തു പോകുമ്പോ തന്നെ പുള്ളിയുടെ ഫോട്ടോ എടുക്കുക. ഇതേപോലെയുള്ള വാണങ്ങളാണ് കുറെ മന്നത്. പിന്നെ ഈ മീഡിയ എന്ന് പറഞ്ഞ കുറെ വാണങ്ങൾ അക്കത്തിന് ഞാൻ വെച്ചിട്ടുണ്ട്. അക്കത്തിനല്ല, ഞാൻ കുറച്ചെണ്ണത്തിന് ഞാൻ വെച്ചിട്ടുണ്ട്. അവന്റെ ഫിക്സ് ഉള്ള കൊച്ചും അത് ഞാൻ പറയാനുള്ള അതവിടെ നിൽക്കട്ടെ. അതൊക്കെ വരും. എന്തായാലും എന്റെ മനസ്സിൽ കരുതൊന്നും പോവില്ല, അത് വേറെ കാര്യം. അതെല്ലാവർക്കും അത് അറിയേണ്ടവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണത്. എന്തായാലും ഇതേപോലെയുള്ള വാഹനങ്ങൾ ഇനി എന്റെ മുമ്പിൽ വന്നാ പിന്നെ പറഞ്ഞു വരണെങ്കിൽ ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ട് ഇങ്ങനെ. അതൊന്നൊരു നൈറ്റ് ആയിരുന്നു. ഇവിടെ എയർപോർട്ടിന്റെ അടുത്ത് ഒരു ലോഡ്ജ്, ഒരു ഫ്ലാറ്റ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരുത്തൻ എന്റെ ഫോട്ടോ എടുക്കണപ്പോ ഞാൻ ചോദിച്ചു നീ എന്തിനാ എന്റെ ഫോട്ടോ എടുത്തത്. ചേട്ടൻ മറ്റേ റിവ്യൂ ഒക്കെ പറയുന്ന ആളല്ലേ, അതാരണം എടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു പിന്നെ തെറിയായി മേനയായി ഒരു അതായത് എന്റെ കൺട്രോള് പോകും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. കാരണം നമ്മുടെ അനുവാദം കൂടാണ്ട് നമ്മുടെ മെക്കിട്ട് കയറുന്നതല്ലേ കുറെ നാടുകള്. ഇവന്മാർക്ക് ഈ ഫോട്ടോ എടുത്തിട്ട് അതായത് ലിബിലീനെ കണ്ടു, അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു, ഒന്നും പറഞ്ഞ് അത് നമ്മളെ കളിയാക്കും. അതാണ് കാര്യം. അതിനു വേണ്ടിയാണ് ഇവന്മാർക്ക്. അതായത് ഇവന്മാരുടെ ഒരു 100 പേര് കൂടിയ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ കിടന്ന് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ മറിച്ചു എന്നൊക്കെ പറഞ്ഞ് രസിക്കാൻ വേണ്ടി കുറച്ച് ഗ്രൂപ്പ്, കുറെ തന്തയില്ലാത്ത വാണങ്ങളുള്ള ഗ്രൂപ്പ്. അതിലുള്ള കുറെ ഗുണങ്ങളൊക്കെ പക്ഷെ പറഞ്ഞു വന്നത് അന്ന് ഞാൻ അവനെ കണ്ടു, അവനിങ്ങനെ ഫോട്ടോ എടുക്കുക കണ്ടു. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഞാൻ വിട്ടുള്ളൂ. കാരണം ഞാൻ വേറെ കൈപ്രയോഗം ഒന്നും ചെയ്യാൻ പോയുള്ള കാര്യം. ഞാൻ
തല്ലിയ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അവരോട് കാര്യം പറഞ്ഞു, ഞാൻ ഫോട്ടോ ഡിലീറ്റ് ചെയ്തില്ല, ഇന്നലെ തല ഞാൻ തല്ലി പൊളിക്കുന്നു പറഞ്ഞു. അവൻ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് അവൻ പോയിട്ടുണ്ട്. ഏതൊരു യൂബർ ഉണ്ണയാണ്. കാരണം ആ ലോഡ്ജിലൊക്കെ യൂബർ ഉണ്ണകള് കയറി ഇറങ്ങി നിരങ്ങന്താണ് ഗുണങ്ങള്. ഇത് ഈ ഗ്രൂപ്പിൽ നിന്നുള്ള ഏതെങ്കിലും ആണുങ്ങളായിരിക്കുള്ളൂ. അത് വേറെ കാര്യം. അത് ഒന്നാമത്തെ കേസ്, അത് ഞാൻ പറഞ്ഞു വിട്ടു. ഇന്നിപ്പോ രണ്ടാമത്തെ കേസിൽ ഞാൻ ഒരു തല്ലി ഞാൻ തല്ലിയിട്ടുണ്ട്. അവന്റെ ഹെൽമെറ്റ് വാങ്ങി അവന്റെ തലയ്ക്ക് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കർമ്മത്തിന്റെ നല്ലൊരു പൊടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് അറിഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ഇതേപോലെ ഒരു സംഭവം ഉണ്ടാവുമ്പോ അവൻ തീരുമാനിച്ചോ, ഞാൻ മേലും കീഴും ഞാൻ നോക്കൂല, തല ഞാൻ തല്ലി പിടിച്ചിരിക്കും, ഉറപ്പുള്ള കാര്യം. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതൊരു വെല്ലുവിളിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുത്താലും എനിക്കൊരു മൈലും ഇല്ല കേട്ടാ. ശരി.